സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തുന്ന ഒരു വഷളനാണ് ആറാട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ആരെയും വൃത്തികേട് പറയും. ഇയാളുടെ വഷൾത്തരങ്ങൾ കേട്ട് കൈയടിക്കാനും ചിരിക്കാനും കുറേ ആളുകളുമുണ്ട്. എന്നാൽ ഇത്തവണ സന്തോഷ് വർക്കിക്ക് പണി കിട്ടാനാണ് സാധ്യത. നടി ഉഷാ ഹസീന, ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ എന്നിവരെക്കുറിച്ച് അശ്ലീല പരാമർശം നടത്തിയതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നും നടിമാരെ അപമാനിച്ചെന്നുമുള്ള പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസിന്റെ നടപടി. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പരാമർശം. ഇതിനെതിരെ നടിമാർ തന്നെ രംഗത്തെത്തിയതോടെയാണ് ആറാട്ടണ്ണൻ കുടുങ്ങിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നടിമാരുടെ പരാതിയിലാണ് അറസ്റ്റെന്ന് എറണാകുളം സെൻട്രൽ ACP ജയകുമാർ വ്യക്തമാക്കി. BNS 75(1)(4)(67) IT ആക്ട് തുടങ്ങിയ വകുപ്പുകളാണ് സന്തോഷ് വർക്കിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവിടെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 75(1)(4) BNS, അതുപോലെ തന്നെ 67 IT ആക്ട്. കസ്റ്റഡി എടുത്തത് മറ്റേ നമ്മുടെ സ്ക്വാഡുകാരാണ്. സ്ഥലം അവര് താമസ സ്ഥലത്ത് നിന്ന്, വേറെ ഫംഗ്ഷന്റെ സ്ഥലത്തു നിന്നല്ല, താമസ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത. പരാതിക്കാർ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഒരു പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നടിമാർക്കെതിരായ പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ഇയാൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് നടി ഉഷാ ഹസീന ആലപ്പുഴ DYSPക്ക് പരാതി നൽകിയിരുന്നു. 40 വർഷമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ സന്തോഷ് വർക്കിയുടെ പരാമർശം വേദനിപ്പിച്ചെന്നും ഉഷ പരാതിയിൽ വിശദീകരിച്ചിരുന്നു. ഉഷയ്ക്ക് പുറമെ ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത്. സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് നടിമാരുടെ പരാതിയിൽ പറയുന്നു. എറണാകുളം നോർത്ത് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സമാനമായ രീതിയിൽ നടിമാർക്കെതിരെ ഇയാൾ മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യം ചെയ്തതിന് ഇയാളെ പാലരുവട്ടം പോലീസ് താക്കീത് ചെയ്തിരുന്നു. നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട് എന്ന ചിത്രത്തിന്റെ റിവ്യൂവിലൂടെ സന്തോഷ് വർക്കി പ്രശസ്തനാകുന്നത്. തുടർന്ന് ആറാട്ടണ്ണൻ എന്ന വിളിപ്പേരും കിട്ടുകയായിരുന്നു. News 18 കൊച്ചി.